ബീങ് സെൽഫിഷ് ചേഞ്ച് മൈ ലൈഫ് ഫോർ എവർ എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കും സെൽഫിഷ് ആകാനോ എന്നുള്ളത്. എൻ്റെ ലൈഫിൽ ഞാൻ എന്ന് പറയുന്ന കുട്ടി എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അവരെങ്ങനെയാണ് അത് ആക്സെപ്റ്റ് ചെയ്യുക, ഇതൊക്കെ ആലോചിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാട്ടോ. വളരെ സാധാരണക്കിടയിലുള്ള ഒരു കുട്ടി, ഒരു പെൺകുട്ടി. അപ്പം നമ്മുടെയൊക്കെ ആ ഒരു ഏജില് 1992 ആ ഒരു സമയത്താണ് ഞാൻ ജനിച്ചത്. അപ്പൊ 90s കിഡ്സ് ഇപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ ഇരിക്കുന്നവർക്ക് അറിയാം, നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും സമൂഹത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അല്ലെ. നമ്മുടെ ഇഷ്ടങ്ങളെക്കാളേറെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അവരെന്താണ് നമ്മളെ പറ്റിയിട്ട് അവര് ഗോസിപ്പ് പറയാ, ഇതൊക്കെ പേടിച്ചിട്ടായിരിക്കും നമ്മൾ പലരും ജീവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ പിന്നീട് ഇപ്പൊ 30കളിലേക്ക് എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ നമുക്ക് വേണ്ടി കുറച്ചെങ്കിലും ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും നമ്മുടെ അഭിപ്രായങ്ങൾ അതുപോലെ തുറന്നു പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും മറ്റുള്ളവരെ പോളിഷ് ചെയ്ത് സംസാരിക്കാതെ എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് അതുപോലെ പറയാൻ പഠിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പല സിറ്റുവേഷൻസിലും നമ്മൾ തലകുഞ്ചിരിക്കേണ്ടി വരില്ല എന്നൊക്കെ ഞാൻ പഠിച്ചു. എൻ്റെ ജീവിതം തന്നെ പഠിപ്പിച്ചു. അപ്പം അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്നുള്ളതല്ലേ സെൽഫിഷ് എന്നുള്ളത്? പൊതുവെ ഞാൻ തന്നെ പറയാറുണ്ട്, എൻ്റെ കുഞ്ഞ് അവളുടെ അനിയത്തിക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ ഞാൻ പറയാണ്ട് നീ ഭയങ്കര സെൽഫിഷ് ആണെന്നുള്ളത്. ശരിയാണ്, അങ്ങനെ പറയുമ്പോൾ ശരിയാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ സെൽഫിഷ് ആവണം എന്നല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഒരു വ്യക്തി ചാവാൻ കിടക്കുന്ന സമയത്തും ആ വ്യക്തിയെക്കാളും ഇമ്പോർട്ടൻറ്റ് ഞാനൊരു വർക്കാണ്, എൻ്റെ ഒരു വർക്കും ആലോചിച്ചാണ് ഞാൻ പോണത്. പക്ഷെ ഒരു വ്യക്തി അവിടെ മരിക്കാൻ കിടക്കാന്ന് വെച്ചാൽ ആ വ്യക്തിയെ നോക്കാതെ എൻ്റെ വർക്ക് മാത്രം നോക്കി പോണത്, ആ തരം സെൽഫിഷ് അല്ല ഞാനിവിടെ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരോടൊക്കെ സ്നേഹവും കരുണയും ദയവും എല്ലാം അടങ്ങിയിരിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കണം. അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകേണ്ട ആൾക്കാർ തന്നെ ആയിരിക്കും. അങ്ങനെയല്ലാതെ എൻ്റെ ജീവിതത്തിലൊക്കെ ഞാൻ എൻ്റെ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതിനേക്കാൾ ഉപരി, ഇത് വീട്ടിലുള്ളവർക്ക് ഓക്കെ ആണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഓക്കെ ആണോ എന്ന് ചിന്തിക്കുന്ന ഒരു പാകത്തിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെയൊക്കെ ജീവിച്ചതിന്റെ പേരിൽ എനിക്ക് എന്ത് കിട്ടി എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും ഒരു വിലയില്ലാതെ അല്ലെങ്കിൽ ഒന്നിനും ഒരു മൂല്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് തുറന്നു പറയാനും നമുക്ക് എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനും നമ്മൾ ജീവിച്ച് തുടങ്ങുകയാണെങ്കിൽ അതാണ് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാലഘട്ടം എന്നറിയോ. ഇപ്പൊ ഞാൻ എൻ്റെ മോള് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, ഞാൻ അതിന്റെ ഷോർട്സും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേഴ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അവൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറി നിന്ന് കൊടുക്കുക എന്നുള്ളത് ടീച്ചർ പഠിപ്പിച്ചൊരു ഗുഡ് മോറലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പഠിച്ചപ്പോൾ ആള് വന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ, ഞാൻ അതിന്റെ മീനിങ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇപ്പൊ നീ ക്യൂവിൽ നിൽക്കുകയാണ്, അപ്പൊ ഫ്രണ്ട്സ് ആരൊക്കെ ബാക്കിൽ നിൽക്കുമ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കോ ഞാൻ പിന്നെ വാങ്ങാൻ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ മാറി നിൽക്കില്ലേ, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത് നിങ്ങൾ അത് ചെയ്തു ഞാൻ ചെയ്തോളാം എന്ന രീതിയിൽ നമ്മൾ അത്രയും കൈൻഡ്നെസ് ആയിട്ട് അങ്ങനെ ബിഹേവ് ചെയ്യണം അങ്ങനെയാന്നൊക്കെ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ എന്നും ഞാൻ ആ നിങ്ങൾ ചെയ്തോ ആക്കിക്കോ എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കും, പക്ഷേ എനിക്ക് വേണ്ടി ആരും മാറുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം അവള് പറഞ്ഞു വന്നത്, അവളുടെ ക്ലാസ്സിലെ 16 കുട്ടികളിൽ 60 കുട്ടികളിൽ 59 കുട്ടികളും അവരുടെ ലൈഫ് നോക്കാനും അവർ സെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം എന്തിനാണ് അമ്മ മാറി നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ സമൂഹം നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറി നിൽക്കാം. അപ്പൊ നമ്മുടെ ചിന്താഗതിയെ ഇപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും സ്കൂൾ ലൈഫിലൊക്കെ ഞാൻ ഒരുപാട് ഇതില് ഇങ്ങനെ നിന്നിട്ടുണ്ട്. കാരണം നമ്മളെ ലൈഫിൽ നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും, നമുക്ക് തിരിഞ്ഞു നോക്കാം നമ്മളെ ലൈഫിലേക്ക്. അവര് ചെയ്തോട്ടെ അല്ലെങ്കിൽ അവർക്ക് ആയിക്കോട്ടെ, നമ്മളിങ്ങനെ മാറുക, എല്ലാത്തിനും ഇങ്ങനെ മാറി നിൽക്കുക അല്ലേ. അങ്ങനെയല്ലാതെ എനിക്കിപ്പോ ഇത് മേടിക്കണല്ലോ, എന്നെ പോലെ തന്നെ കാലം കൈ ഉണ്ടല്ലോ അവൾക്ക്, അവളും ബാക്കിൽ നിന്ന് വാങ്ങിയിട്ട് വരട്ടെ, കാരണം അവൾക്ക് നിൽക്കാൻ പ്രൊഫഷനൊന്നുമില്ല, പിന്നെ എന്തിനാ അതേഴ്സ് ഫസ്റ്റ്, ആ ഒരു ചിന്ത കൊടുക്കണം. ഒരു വ്യക്തി കാലിന് വയ്യാത്ത അല്ലെങ്കിൽ ചിന്തിക്കാൻ ഒരു ഇതില്ലാത്ത ഒരു ഭയങ്കര എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ ബുദ്ധിമുട്ടോ ക്ഷീണോ ഉള്ള ഒരാളാണെങ്കിൽ മാറിക്കൊടുക്കാം എന്നല്ലാതെ അതേഴ്സ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം മാറി നിന്ന് നമ്മളെല്ലാം സഹിക്കണം എന്നുള്ളതല്ല എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടമായി. ഓട്ടോമാറ്റിക്കലി ഇന്നത്തെ എല്ലാ മക്കളും എന്താ സെൽഫിഷ് ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്, സെൽഫിഷ് ആയിട്ട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകുന്നത്. അതാണ് ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ല, പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോലും സെൽഫിഷ്നെസ് കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അല്ലെ. എന്നാൽ അങ്ങനെ പോലും കാണിക്കാതെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ അവരെ സഹായിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്നതല്ല. നമ്മുടെ ഒരാൾ വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ മാറ്റി നിർത്തി തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ആവശ്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ നമുക്ക് ചുറ്റും, നമ്മൾ അവർക്ക് വേണ്ടി വെറുതെ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അതിന്റെ ആവശ്യമില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ, മോൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് വളരെ
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഒരു വ്യക്തി സെൽഫിഷ് ആവാന്ന് പറയണത് അവര് സ്വന്തം കാര്യങ്ങൾ ചിന്തിച്ച് സ്വന്തം കാര്യങ്ങളിൽ സന്തോഷം തുടങ്ങുക എന്നുള്ളതാണ് ശരിക്കും സെൽഫിഷ് എന്ന് പറയുന്ന കാര്യം. നമ്മൾ മറ്റുള്ളവരൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല, അവരെന്ത് ചിന്തിക്കും ഇവരൊന്നും ചിന്തിക്കാതെ എനിക്കിതാണ് ശരി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം എന്ന് വിചാരിച്ച് ആ കാര്യങ്ങൾ ചെയ്യാനും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ നോ പറയാനും ഒക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയാണ്, നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയാണ്, നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആവാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്താണ് നമ്മൾ പുറമെ കൊടുക്കുന്ന മെസ്സേജ് എന്നുള്ളത് അല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് ബോൾഡ് ആൻഡ് നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടുള്ള ഒരാളായിട്ട് മാറും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുന്ന സമയത്ത്. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഒരു വലിയ തോട്ട്സ് തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു മെസ്സേജ് ആണ്. നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമ്മളുടെ ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ പുറമെ നമ്മളെ കാണുന്നത്, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഭയങ്കര ബോൾഡായ ഒരാളായിരിക്കും, കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും, നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. ഇത് കാണുന്ന കുഞ്ഞുങ്ങളായാലും നമ്മുടെ കുടുംബക്കാരായാലും മറ്റുള്ളവരായാലും അവർക്കും നമ്മൾ റെസ്പോൺസിബിൾ ആയ ഒരാളാണ്, നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് ആദ്യമൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ ചിലപ്പോൾ പലരും പറയും ഇത് അഹങ്കാരമാണെന്നുള്ളത്. പിന്നീട് നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ സ്റ്റൈലും അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവളുടെ ബോൾഡ് ആണ്, അല്ലെങ്കിൽ അവൾ ഭയങ്കര അവളുടേതായ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു ആളാണെന്നൊക്കെ പറഞ്ഞു വരും കേട്ടോ. അത് മസ്റ്റ് ആയിട്ടും അങ്ങനെ ഒരു ചേഞ്ച് ആണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ നടക്കാൻ പോണത്. എനിക്ക് എന്റെ ലൈഫിൽ അവരെന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ചിട്ട് ജീവിച്ച ഒരാളാട്ടോ. നമ്മൾ പൊതുവെ കേട്ടിട്ടില്ലേ ഗുഡ് ഗേൾ സിൻഡ്രോം അല്ലെങ്കിൽ ഗുഡ് ബോയ് സിൻഡ്രോം എന്നൊക്കെ ഉള്ളത്. അതൊരു അസുഖമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളർന്നു വന്നപ്പോഴേ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനേക്കാൾ മുമ്പേ അവരെന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവരെന്ത് പറയും, അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മളൊക്കെ പോവാറല്ലേ. പക്ഷെ ഇന്നത്തെ കുട്ടികൾ പലരും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര മെച്ചൂർഡ് ആണ്, ഭയങ്കര ബോൾഡും ആണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും തെറ്റായ രീതിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമ്മൾ ബി എ സെൽഫിഷ് ആയിട്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനോ കരുണയില്ലാതോ ഇരിക്കാനല്ല പറയുന്നത്. പലരും വീടുകൾക്കുള്ളിലാണെങ്കിലും പല കുഞ്ഞുങ്ങളും ഇപ്പോൾ വളർന്നു വരുന്നത് അവർക്കൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല. അവര് വീട്ടില് നമ്മൾ ഒരു അഭിപ്രായം പറയുമ്പോൾ കുട്ടികളാണ് പറയരുത്, അല്ലെങ്കിൽ പെൺകുട്ടികളാണ് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവരുടെ തോട്ട്സിനെ നമ്മൾ ആരും കേൾക്കാതെ അടിച്ചിടുമ്പോൾ അവരുടെ ഉള്ളിൽ വളർന്നു വരും നമ്മൾ ഇതൊന്നും പറയാൻ പാടില്ല, നമ്മൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവര് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയായിരിക്കും പിന്നീട് ഓരോ കാലത്തിലും അവരുടെ ഇഷ്ടങ്ങളെക്കാളേറെ. അങ്ങനെ ആവാതിരിക്കുക, നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ആ ഇഷ്ടങ്ങൾ നമ്മുടെ കൾച്ചറിനും നമ്മളുടെ വീട്ടുകാർക്കും എല്ലാവർക്കും ഉതകുന്ന രീതിയിലായിരിക്കാം. ഫോർ എക്സാമ്പിളിന് പറയാട്ടോ, ഇപ്പൊ നമ്മള് വീട്ടിലെല്ലാ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട് വിചാരിക്കും. അപ്പം എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്, പക്ഷെ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിനക്ക് ഇവിടെ എന്താ ജോലി, പക്ഷെ നമ്മുടെ അതിനൊരു വാല്യൂ ഇല്ല, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല. പക്ഷെ ഞാൻ ഇത് ചെയ്യാൻ മാത്രമല്ല, എനിക്ക് എൻ്റെതായ വോയിസ് ആ വീട്ടിലുണ്ട്, എനിക്ക് എൻ്റെതായ ഒരു റെസ്പോൺസിബിലിറ്റി ആ വീട്ടിലുണ്ട്, എനിക്ക് അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് ആ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്ഥാനം അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സന്റെ ഇൻഡിവിജ്വാലിറ്റി ആ വീട്ടിൽ എത്രമാത്രമായിരിക്കും. ഇത് മാത്രാട്ടോ ഞാൻ മെൻഷൻ ചെയ്തത്. അങ്ങനെ ഒന്നായി മാറാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഒന്നായി മാറിയിട്ടുണ്ട്. പലപ്പോഴും പല സ്ഥലത്ത് അഭിപ്രായങ്ങൾ പറയാതെ എല്ലാം സഹിച്ച് കുഴപ്പമില്ല എന്ന് ചിരിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ അത് മാറ്റി എനിക്ക് അഭിപ്രായം പറയേണ്ടടുത്ത് ഇതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാനും, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാനും, അല്ലെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ കേട്ടോ ജീവിക്കേണ്ടത്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നല്ല റെസ്പെക്റ്റോടുകൂടെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ബോൾഡ് വുമണിനെ, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ബോൾഡ് ഒരു പേഴ്സണെ ഈ ലോകത്ത് മുമ്പ് കാണിക്കാൻ പറ്റും. ആദ്യമൊക്കെ അഹങ്കാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൾ ഭയങ്കര ബോൾഡ് ആണെന്നും അവൾ ഭയങ്കര റെസ്പോൺസിബിൾ ആണെന്നും അല്ലെങ്കിൽ അവൻ നല്ല ഉത്തമമായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും പറയാൻ ഇടവരുത്തും കേട്ടോ. അപ്പം ബി സെൽഫിഷ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ലൈഫിൽ ഞാൻ വരുത്തിയിട്ടുള്ള ഒരു മാറ്റമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമന്റ്സ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.